മെൻറ്റർ സപ്പോർട്ടിൻ്റെ ഒരു ജനറൽ ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC ഒറ്റത്തവണ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. PCയിലെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ശേഷം കേരള PSC തുളസി എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ലഭിക്കുന്ന ആദ്യത്തെ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ലഭിക്കുന്ന വിൻഡോയിൽ ഫോർഗോട്ട് പാസ്വേഡിന് താഴെയായി ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, റിലീജിയൻ, കാസ്റ്റ്, സബ് കാസ്റ്റ്, റിസർവേഷൻ ഗ്രൂപ്പ്, ID പ്രൂഫ് ഡീറ്റെയിൽസ്, ID പ്രൂഫ് ഡീറ്റെയിൽസിൻ്റെ കൂടെ ആധാർ നമ്പർ ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ എന്നിവ നൽകുക. യൂസർ ID ആൻഡ് പാസ്വേഡിൻ്റെ ഏരിയയിൽ ഒരു യൂസർ നെയിം പാസ്വേഡ് നമുക്ക് നൽകാവുന്നതാണ്. അത് വാലിഡ് ആണെങ്കിൽ നമുക്ക് ഫർദർ ഡിക്ലറേഷനിലേക്ക് പോവാം. ആക്സസ് കോഡ് തന്നിരിക്കുന്ന ബോക്സിൽ ആക്സസ് കോഡ്, താഴെ തന്നിരിക്കുന്ന എംപ്റ്റി ബോക്സിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം ഡിക്ലറേഷൻ ചെക്ക് ബോക്സിൽ ചെക്ക് ചെയ്യുക. അതിനുശേഷം രജിസ്റ്റർ ചെയ്യുക. പിന്നീട് ലഭിക്കുന്ന വിൻഡോയിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നൽകുക. 10th, +2, ഡിഗ്രി ഡീറ്റെയിൽസ്, PG ഡീറ്റെയിൽസ് നൽകുക. ഇനി സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതും നൽകാം. പേഴ്സണൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകാം. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഒന്നുകൂടെ വെരിഫൈ ചെയ്ത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് നൽകാം. ID പ്രൂഫ് ഡീറ്റെയിൽസ് വെരിഫിക്കേഷൻ ഒന്നുകൂടെ ചെയ്യാം. ഫോൺ നമ്പർ, റീച്ചബിൾ ആയിട്ടുള്ള ഫോൺ നമ്പർ തന്നെ നൽകണം. കാരണം എക്സാം കൺഫർമേഷൻ OTP ഒക്കെ ലഭിക്കുന്നത് പ്രൊഫൈൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിലാണ്. ഇമെയിൽ ID നൽകുക. എക്സ്പീരിയൻസ്, വർക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് ആഡ് ചെയ്യുക. എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി വല്ലതും ഉണ്ടെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി ആഡ് ചെയ്യുക. ഇഫ് ഡെപ്യൂട്ടേഷൻ പോലുള്ള എക്സാമിനേഷൻസിൻ്റെ സമയത്ത് നമുക്കത് മുന്നേ വർക്ക് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് അത്യാവശ്യമായി വരും. പോലീസ്, എക്സൈസ് പോലുള്ള എക്സാമിനേഷൻ ഫിസിക്സ് ആവശ്യമുണ്ട് ഡീറ്റെയിൽസ്, അത് ആഡ് ചെയ്യുക. ഹൈറ്റ്, വെയിറ്റ് ആഡ് ചെയ്യുക. ലാംഗ്വേജസ് നോൺ എന്ന ഓപ്ഷനിൽ ഏതൊക്കെ ലാംഗ്വേജസ് അറിയും എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യുക. മലയാളം, ഇഫ് കാസർഗോഡ് ഭാഗത്താണെങ്കിൽ കന്നഡ, തമിഴ് അറിയുമെങ്കിൽ തമിഴ്, ഇംഗ്ലീഷ്, എല്ലാ ലാംഗ്വേജസും ആഡ് ചെയ്യുക. ജനറൽ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് വായിച്ചു നോക്കി അപ്ലോഡ് ചെയ്യുക. ശേഷം ഫോട്ടോഗ്രാഫ്, ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, ഫോട്ടോഗ്രാഫ് എടുത്തിരിക്കുന്ന ഡേറ്റും നെയിം ടെംപ്ലേറ്റും വെച്ച്, നല്ലത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ എടുത്ത് ഫോട്ടോഗ്രാഫും അപ്ലോഡ് ചെയ്യുക. ശേഷം സിഗ്നേച്ചർ, വാലിഡ് ആയിട്ടുള്ള സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക. ഇത്രയും ചെയ്യുകയാണെങ്കിൽ കേരള PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ, അതായത് ഒറ്റത്തവണ രജിസ്ട്രേഷൻ സ്റ്റെപ്സ് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. പ്രൊഫൈലിനനുസരിച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കി അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്.